ഏർലി ഇന്റർവെൻഷൻ തെറാപ്പി നൽകുന്നതോടൊപ്പം തന്നെ വളരെ നേരത്തെ തന്നെ ആയുർവേദ ചികിത്സകളും ചെയ്തു തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് കുഞ്ഞിന്റെ പേശികളുടെ ഈ അമിതമായ പിരിമുറുക്കവും എല്ലാം തന്നെ വളരെ നന്നായി തന്നെ പരിഹരിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ തലപൊതിച്ചിൽ പോലെയുള്ള പലതരത്തിലുള്ള ആയുർവേദ ചികിത്സകൾ നമുക്കറിയാം ന്യൂറോണൽ പ്ലാസ്റ്റിസിറ്റിയും എൻഹാൻസ് ചെയ്യുന്നതാണ്. സെർബ്രൽ പാൾസിയിൽ നമുക്കറിയാം തലച്ചോറിന്റെ പ്രത്യേകതയായ ന്യൂറോണൽ പ്ലാസ്റ്റിസിറ്റിയുടെ പ്രാധാന്യം എന്താണെന്നുള്ളത്. ആയുർവേദ ചികിത്സകളെല്ലാം തന്നെ ഈ ന്യൂറോണൽ പ്ലാസ്റ്റിസിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയാണ് സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതോടൊപ്പം മോട്ടോർ ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രയാസങ്ങളും വളരെ നന്നായി തന്നെ ഭേദപ്പെടാറുണ്ട്. ഇങ്ങനെ ആയുർവേദ ചികിത്സകൾ നൽകുന്നതോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പി, ഓക്യുപേഷണൽ തെറാപ്പി, സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജി, ബിഹേവിയർ തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഇതെല്ലാം കൃത്യമായ സമയത്ത് നൽകുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കുഞ്ഞിനെ സ്വയം പര്യാപ്തം ആക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഏതെല്ലാം മേഖലകളിലാണ് പ്രധാനമായും വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. തീർച്ചയായും നമുക്കറിയാം ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ അത് മോട്ടോർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ മൂവ്മെന്റ്സിനെ സഹായിക്കുന്ന പലതരത്തിലുള്ള തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻസ് ആണ്. ഇവിടെ ഫിസിയോതെറാപ്പിസ്റ്റ് പലതരത്തിലുള്ള തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻസും ഇലക്ട്രോ മൊഡാലിറ്റീസിന്റെ സഹായത്തോടും കൂടി കുട്ടികളുടെ പേശികളുടെ കോർഡിനേഷൻ, മൂവ്മെന്റ്സ്, അതോടൊപ്പം തന്നെ കൺട്രാക്ചേഴ്സ്, അതോടൊപ്പം നമുക്കറിയാം നിയന്ത്രിതമല്ലാത്ത പേശികളുടെ ചലനം കൊണ്ടും പോസ്ട്രൽ ഡിഫക്ട്സ് കൊണ്ടും എല്ലാം തന്നെ പലതരത്തിലുള്ള വേദനകളും ഈ കുഞ്ഞുങ്ങൾ അനുഭവിക്കാറുണ്ട്. അതെല്ലാം നമുക്ക് ഇലക്ട്രോ മൊഡാലിറ്റീസും മസാജസും ഇതുമെല്ലാം കൊണ്ട് തന്നെ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റിൽ വളരെ നന്നായി പരിഹരിക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഒപ്പം തന്നെ ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റും കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം കുട്ടികളുടെ ദൈനംദിന ജീവിതത്തിലെ ആക്ടിവിറ്റീസ്, അതായത് പല്ല് തേക്കുക, ഡ്രസ്സിങ്, ഗ്രൂമിങ്, ഫീഡിങ്, ഇതെല്ലാം ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് പാരന്റ്സിന് അതോടൊപ്പം തന്നെ കുട്ടികൾക്കെല്ലാം തന്നെ അവരുടെ പരിമിതികളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് വളരെ നന്നായി ഈ പ്രവൃത്തികളെല്ലാം ചെയ്യാൻ വേണ്ടി അവരെ സഹായിക്കും. അതോടൊപ്പം നമുക്കറിയാം സെർബ്രൽ പാൾസി എന്ന അവസ്ഥയുള്ള കുട്ടികളിലും പലതരത്തിലുള്ള സെൻസറി പ്രോബ്ലംസ് കണ്ടുവരാറുണ്ട്. പലപ്പോഴും ഇത് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റാതെ തന്നെ നമ്മുടെ മാനേജ്മെന്റിൽ ഒരുപക്ഷെ ഫിസിയോതെറാപ്പിയോ സ്പീച്ച് തെറാപ്പിയോ എല്ലാം നൽകുമ്പോൾ കുട്ടി അനുഭവിക്കുന്ന സെൻസറി പ്രോബ്ലംസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ അവിടെ മറ്റു തെറാപ്പികളുടെ റിസൾട്ട് കാണാൻ വൈകും. ഇവിടെയാണ് ഒരു ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് സെൻസറി പ്രൊഫൈലിംഗ് ഡീറ്റെയിൽഡായി ചെയ്ത് എങ്ങനെയാണ് കുട്ടിയിൽ ഉണ്ടാവുന്ന പലതരത്തിലുള്ള സെൻസറി ചാലഞ്ചസ് വീട്ടിലായാലും അതോടൊപ്പം സ്കൂളിലായാലും സാമൂഹ്യ ജീവിതത്തിലായാലും എങ്ങനെ കോപ്പപ്പ് ചെയ്യണം എന്നുള്ള പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പികളും കൃത്യമായി നൽകി വരുന്നു. ഇതോടൊപ്പം ഒരു ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് സോഷ്യൽ സ്കിൽസിലും മറ്റ് ഏരിയകളും എല്ലാം തന്നെ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഒപ്പം നിന്ന് തന്നെ കുട്ടിയെ കൂടുതൽ വേഗത്തിൽ കുട്ടിയുടെ ഗോളിലേക്ക്, ഇൻഡിപെൻഡൻസ് എന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഇവിടെ നമുക്കറിയാം പല സെർബ്രൽ പാൾസി എന്ന അവസ്ഥയുള്ള കുട്ടികൾക്കും സ്പീച്ച്, ലാംഗ്വേജ്, അതോടൊപ്പം തന്നെ സംസാരത്തിലുള്ള ക്ലാരിറ്റി ഇഷ്യൂസ് ഇതെല്ലാം ഉണ്ടാവാറുണ്ട്. ഒരുപക്ഷെ സ്പീച്ച് ഉണ്ടാവാം, സംസാരം ഉണ്ടാവാം, പക്ഷെ ലാംഗ്വേജ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, നമുക്കറിയാം ലാംഗ്വേജിന്റെ പ്രാധാന്യം ലേണിംഗിൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത്, അല്ലേ? അത് തന്നെയാണ് സംസാരം നമ്മൾ കൃത്യമായ സമയത്ത് വന്നില്ലെങ്കിൽ ശരിയായ രീതിയിൽ പെട്ടെന്ന് തന്നെ ഇടപെടണം എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഒരു പക്ഷേ പിൽക്കാലത്ത് കുട്ടിയുടെ പഠനത്തെയും ബാധിക്കും. ദേഹിയിലും ജീവനീയം, ജഗത്തിലും ജപത്തിലും ജീവനീയം.